1 കൊരിന്ത്യർ അധ്യായം 13. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ കിലുങ്ങുന്ന കൈത്താളമോ മാത്രമാണ്. എനിക്ക് പ്രവചനവനം ലഭിച്ചാലും സകല ദിവ്യരഹസ്യങ്ങളും സകല ജ്ഞാനവും ഗ്രഹിക്കുവാൻ കഴിഞ്ഞാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായിരുന്നാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. എനിക്കുള്ളതെല്ലാം ദാനം ചെയ്താലും എന്റെ ശരീരം ദഹിപ്പിക്കുവാൻ ഏൽപ്പിച്ചാലും സ്നേഹം ഇല്ല എങ്കിൽ ഞാൻ ഒന്നും നേടുന്നില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയും ഉള്ളതാണ്. സ്നേഹം അസൂയപ്പെടുകയോ വമ്പു പറയുകയോ അഹങ്കരിക്കുകയോ ചെയ്യുന്നില്ല. പരുഷമായി പെരുമാറുന്നില്ല. സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. കോപിക്കുന്നില്ല. ദോഷം കണക്കിടുന്നില്ല. സ്നേഹം തിന്മയിൽ രസിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എല്ലാം വഹിക്കുന്നു. എല്ലാം വിശ്വസിക്കുന്നു. എല്ലാം പ്രത്യാശിക്കുന്നു. എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും പരാജയപ്പെടുന്നില്ല. പ്രവചനവരം ഇല്ലാതാകും. ഭാഷാവരം നിന്നുപോകും. ജ്ഞാനം നീങ്ങിപ്പോകും. നാം ഭാഗികമായി മാത്രം അറിയുകയും ഭാഗികമായി മാത്രം പ്രവചിക്കുകയും ചെയ്യുന്നു. പൂർണ്ണമായത് വരുമ്പോൾ ഭാഗികമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു. ശിശുവിനെ പോലെ ചിന്തിച്ചു. ശിശുവിനെ പോലെ വിവേചിച്ചു. പുരുഷനായപ്പോൾ ശിശു സഹജമായ കാര്യങ്ങൾ വിട്ടുകളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിലെന്ന പോലെ അവ്യക്തമായി കാണുന്നു. അപ്പോഴോ നാം അഭിമുഖമായി കാണും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു. അപ്പോഴോ ഞാൻ അറിയപ്പെട്ടിരിക്കുന്നത് പോലെ പൂർണ്ണമായി അറിയും. അങ്ങനെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കും. ഇവയിൽ ഏറ്റവും ശ്രേഷ്ഠമായതോ സ്നേഹം തന്നെ.